അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് എത്തിയിരിക്കുകയാണ്. 7 സെൻറ്റ് പ്ലോട്ടിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 65 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ വീടിൻ്റെ എലിവേഷനിൽ ഭംഗി കൊടുക്കുന്നത് മുകളിൽ കാണുന്ന ആ ഒരു കുഞ്ഞു ബാൽക്കണിയും അതുപോലെ പ്ലാസ്റ്ററിങ്ങിൽ കട്ടിങ് കൊടുത്തിട്ടുള്ളതും ക്ലാഡിംഗ് ടൈലും ആണ്. സിറ്റ് ഔട്ടിന്റെ ഈ ഒരു മുകൾ ഭാഗത്തായിട്ട് വുഡൻ ടൈപ്പ് ടൈലാണ് നൽകിയിരിക്കുന്നത്. 400-180 സൈസിലാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലായിട്ട് സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പില്ലറുകളിലായിട്ട് ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെപ്പ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് വണ്ടർ കട്നി മാർബിൾ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് 2 വുഡൻ ചെയർ നൽകിയിട്ടുണ്ട്. വലിയ വിൻഡോ ആണ് വന്നിട്ടുള്ളത്. സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റും LED ലൈറ്റും ആണ് നൽകിയിട്ടുള്ളത്. മെയിൻ ഡോറ് മഹാഗണി വുഡിൽ വളരെ സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 സ്റ്റീലിൻ്റെ ഹാൻഡിലും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറ് തുറന്ന് നമ്മൾ കയറുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു പാർട്ടീഷനൊക്കെ കൊടുത്ത് സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ലിവിങ് ആണ്. 400-300 സൈസിലാണ് ഈ ഒരു ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടീ ടേബിളും നല്ല ഭംഗിയുള്ളൊരു സെറ്റിയുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ വലിയ വിൻഡോ ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലോത്ത് കർട്ടൻ ആണ് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ ക്ലോത്ത് കർട്ടൻ വന്നിട്ടുണ്ട്. ഇവിടെ സീലിങ്ങിലായിട്ടും വാർപ്പ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. ജിപ്സം സീലിംഗ് പോലെ തന്നെ തോന്നിക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ പാർട്ടീഷൻ നോക്കാം. മൾട്ടിവുഡ് വിത്ത് മൈക്ക ലാമിനേഷൻ ആയിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് CNC കട്ടിങ് കൊടുത്തിട്ട് ഒരു ബിസ്മി എഴുതിയിട്ടുള്ളതാണ്. പിന്നെ നല്ല ഭംഗിയുള്ള വാൾ ലൈറ്റ് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അത്യാവശ്യം വലുപ്പത്തിൽ വരുന്നൊരു ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ടാണ് 2 ബെഡ്റൂം, കോമൺ ബാത്റൂം എന്നിവ വന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 520-330 ആണ് ഈ ഒരു ഡൈനിങ്ങിൻ്റെ സൈസ് വരുന്നത്. ഇവിടെ സീലിംഗിൽ LED ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വലിയ വിൻഡോ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ ക്ലോത്ത് കർട്ടൻ കൊടുത്തിട്ടുണ്ട്. 6 സീറ്റോട് കൂടിയിട്ടുള്ളൊരു ടേബിളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ വരുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വാഷ് ബേസിൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക് ആണ് കേട്ടോ. താഴെ ഷെൽഫ് വരുന്നുണ്ട്. ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബാക്ക് വാൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പാനൽ ഉപയോഗിച്ചാണ്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് കിച്ചൺ ആണ്. അപ്പോൾ കിച്ചൺ നമുക്ക് പിന്നീട് കാണാം കേട്ടോ. ആദ്യം ഈ ഒരു ബെഡ്റൂംസ് നോക്കാം. ഫസ്റ്റ് ലിവിങ്ങിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെ എല്ലാ ഡോറുകളും മഹാഗണി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിൽ വരുന്ന ലോക്കാണ് എല്ലാത്തിനും കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു ബെഡ്റൂമാണിത്. 360-300 ആണ് സൈസ് വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു കുഷ്യൻ ഹെഡ്ബോർഡോട് കൂടിയിട്ടുള്ള കോട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കർട്ടൻ ചെയ്തിട്ടുള്ളത് റോമൻ ബ്ലൈൻഡ്സ് ആണ്. സീലിംഗിൽ LED ലൈറ്റ് ആണ് വരുന്നത്. റൂമിലേക്ക് കടന്നു വരുന്ന ഭാഗത്താണ് ഇവിടെ വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ. അതുപോലെ ഈ ഒരു ഡിസൈനും ശ്രദ്ധിച്ചോളൂ കേട്ടോ. മിററിൻ്റെ ഭാഗത്ത് പാനൽ ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് 2 ഷെൽഫും വന്നിട്ടുണ്ട്. റൂമിലേക്ക് കയറി വരുന്ന മറ്റൊരു ഭാഗത്തായിട്ടാണ് ഇവിടെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. FRP ഡോറാണ്. പിന്നെ ഈ ഒരു സ്വിച്ച് ബോർഡിൻ്റെ ഷേപ്പ് നോക്കൂ. പിന്നെ സ്വിച്ച് ബോർഡിൻ്റെ കളർ വരെ ശ്രദ്ധിക്കുന്നവരുണ്ട്. അപ്പം വൈറ്റിനേക്കാളും ഇപ്പോൾ കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ബ്ലാക്ക് കളറിലാണ്.
250-140 സൈസിലാണ് ഈ ഒരു ബാത്റൂം വരുന്നത്. ഇതിനകത്ത് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടൈൽ കളർ കോമ്പിനേഷൻ നോക്കിക്കോളൂ. അതുപോലെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ വിൻഡോക്ക് മുകളിലായിട്ടാണ് ഔട്ട് ഫാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ ഭാഗം നോക്കാം. ഈ ഒരു സ്റ്റെയറിനോട് ചേർന്ന് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജിൽ നിന്നാണ് കോമൺ ബാത്റൂമും ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. 140-210 ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് ഒരു സ്പേസ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബെഡ്റൂം നോക്കാം. 360-330 ഇതിൻ്റെ സൈസ് വരുന്നത്. സിമ്പിൾ കോട്ട് തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട സെയിം കോട്ട് തന്നെയാണ് ഇവിടെയും നൽകിയിട്ടുള്ളത്. ബെഡ്റൂമിനകത്ത് സീലിംഗ് LED ലൈറ്റ് മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ നോക്കാം. അതിനുശേഷം നമുക്ക് കിച്ചൺ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ സ്റ്റെയർ വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. ക്ലിയർ ആവാൻ ഞാൻ മറ്റൊരു സൈഡിൽ നിന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. സ്റ്റെയർ കയറുന്ന ഭാഗത്തൊക്കെ സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ്. കയറി വരുന്ന ഭാഗത്ത് ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്നത് ഒരു ബെഡ്റൂമാണ്. പിന്നെ ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ്. ഇനി ഇവിടെ ഒരു ബാൽക്കണിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെയറിൻ്റെ മുകളിലായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് വരുന്നുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കാം. ഇവിടെയും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു പഴയ കോട്ടാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ സീലിംഗ് വരുന്നത് സ്ലോ പ്രൂഫ് ആയിട്ടാണ്. റൂമിലേക്ക് കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ് ഇവിടെയും വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലായിടത്തും സെയിം വാർഡ്രോബ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 3 ബെഡ്റൂമിൽ ഈ ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ്. ഇനി ബാത്റൂം നോക്കാം. നമ്മൾ താഴെ ഫസ്റ്റ് കണ്ടിട്ടുള്ള ബെഡ്റൂമിന് മുകളിലായിട്ട് വരുന്ന ബെഡ്റൂമാണ്. ആ ഒരു സെയിം അളവിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമും വന്നിട്ടുള്ളത്. ടൈൽ കളർ മാറി എന്നുള്ളതുണ്ട് കേട്ടോ. ഇനി മുകളിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ബെഡ്റൂം നോക്കാം. ഇതിനകത്തും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സിമ്പിളായിട്ടുള്ള കോട്ടാണ്. ഇവിടെ ഫ്ലോറിൽ ടൈലാണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടാണ് ബാത്റൂം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു ബെഡ്റൂമിൽ വരുന്ന വാർഡ്രോബാണ്. ഇത് ഈ ഒരു ഫ്ലോർ ലെവലിൽ നിന്ന് ഒന്ന് ഉയർത്തിയിട്ടാണ് കേട്ടോ ബാത്റൂം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. ഇതിനകത്തും വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു കോർണറിലേക്കായിട്ടാണ് ബാൽക്കണി ഡോറ് വരുന്നത്. ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെ 2 പില്ലർ വരുന്നുണ്ട്. പില്ലറിൽ ക്ലാഡിംഗ് ടൈലാണ്. ഇവിടെ നിന്ന് റോഡിലേക്കൊരു വ്യൂ ഉണ്ട് കേട്ടോ. അയ്യായ നെരുമടയുടെ ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത്. നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നൊരു ഏരിയ ആണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ഓപ്പൺ ടെറസ് കൂടി കാണാനുണ്ട്. ഇപ്പം നമ്മൾ ഫസ്റ്റ് കണ്ട ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. റൂഫിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ട്. അലക്കാനും ഉണക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിച്ചൺ കണ്ടു നോക്കാം. കിച്ചൻ്റെ ഡോറ് വുഡിലും ഗ്ലാസ്സിലുമാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ നോക്കിക്കോളൂ കേട്ടോ, ഗ്ലാസ് ഏത് രീതിയിലാണ് വന്നിട്ടുള്ളതെന്ന്. ഒത്തിരി പേർക്ക് ഇതൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് പറയുന്നത്. ഒരു ഷോർട്ട് വീഡിയോ ആയാൽ പോലും ഈ വക കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ആക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. 480x365 ഈ കിച്ചൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്. ഇതിനകത്ത് വിറകടുപ്പ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ 65 ലക്ഷം എന്ന് പറയുമ്പോൾ ഫർണിച്ചറും എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചൺ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം അല്ലേ. കിച്ചണിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ ഫ്രിഡ്ജ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്നാണ് ഇവിടെ ക്രോക്കറി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ക്രോക്കറി കാണാനായിട്ട്. ബ്ലാക്ക് ബോർഡർ കൊടുത്തിട്ട് ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അപ്പർ ക്യാബിനറ്റ് നോക്കിക്കോളൂ. ഇവിടെയും ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ഗ്ലാസ് ഡോറാണ് നൽകിയിട്ടുള്ളത്. അതിനകത്തും ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ലോവർ ക്യാബിനറ്റ് വരുന്നത്. ഇവിടെയായിട്ട് 2 ഡ്രോവറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഓയിൽ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നോർമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കേട്ടോ വിരിച്ചിട്ടുള്ളത്. ഇവിടെ താഴെയായിട്ടും PVC ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് തുടച്ചെടുക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. വെന്റിലേഷന് വേണ്ടിയിട്ട് ഇവിടെ വലിയ വിൻഡോ ആണ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റൗ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 ബർണേഴ്സ് ഗ്ലാസ് സ്റ്റൗ ആണ്. അതിന് താഴെ ഡ്രോവറുകൾ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് കട്ട്ലറി ബോക്സ് ആണ്. അത്യാവശ്യം വീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. താഴെ ടാൻഡം ബോക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാബിനറ്റിന് താഴെയായിട്ടും പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തത് കാരണം ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ ഒരു കോർണറിലേക്കായിട്ടാണ് വിറകടുപ്പ് വരുന്നത്. ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വാർത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് സിങ്കിനുള്ള സ്പേസ് കേട്ടോ. സ്റ്റീലിൻ്റെ സിങ്കാണ്. താഴെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെയും വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എപ്പോഴും എടുക്കുന്ന സ്പൈസസും കാര്യങ്ങളും വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്പൺ ഷെൽഫും കൊടുത്തിട്ടുണ്ട്. വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി വരുന്നുണ്ട്. ഇനി ഇതാ ഇവിടെ 4 പേർക്കൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് റാക്ക് വരുന്നുണ്ട്. അതിന് ഫുള്ളി കവേർഡായിട്ട് ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.